ഡെയിലി ബസ് മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിളിച്ചാൽ വിളി കേൾക്കുന്ന ഗുരുവായൂരപ്പൻ. ഗുരുവായൂർ ക്ഷേത്രത്തെക്കുറിച്ച് അറിയാത്ത മലയാളികൾ ആരും തന്നെ ഉണ്ടാവില്ല. മനസ്സിൽ നിന്നുള്ള ഒരു വിളി, ഗുരുവായൂരപ്പ എന്ന് കരഞ്ഞു പറഞ്ഞാൽ പോലും കേൾക്കും എന്ന് ഭക്തർ വിശ്വസിക്കുന്ന ഒരു സ്ഥലം. രോഗം മാറിയ അനുഭവങ്ങൾ, സന്താനപ്രാപ്തി ലഭിച്ച സന്തോഷ കണ്ണീർ, ഇത് വെറും കഥകളല്ല. വിശ്വാസത്തിന്റെ ലോകത്തിൽ ആയിരങ്ങൾ പങ്കുവെക്കുന്ന അനുഭവങ്ങൾ. ഇതാണ് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ മഹത്വം. കേരളത്തിലെ തൃശൂർ ജില്ലയിലെ ഗുരുവായൂർ എന്ന സ്ഥലത്താണ് ഈ പ്രശസ്ത ശ്രീകൃഷ്ണ ക്ഷേത്രം. ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ബാലകൃഷ്ണനാണ്. പക്ഷെ ഭക്തർ സ്നേഹത്തോടെ വിളിക്കുന്നത് ഗുരുവായൂരപ്പൻ. ഈ ക്ഷേത്രത്തെ ഭൂലോക വൈകുണ്ഠം എന്നും വിളിക്കുന്നു. സ്വർഗത്തിന്റെ അനുഭവം ഭൂമിയിൽ തന്നെ ഉണ്ടാകുന്ന സ്ഥലം എന്നാണ് ഭക്തരുടെ വിശ്വാസം. ദിവസം തോറും ആയിരങ്ങൾ പതിനായിരങ്ങൾ ഇവിടെ എത്തുന്നു നമ്മുടെ കണ്ണനെ കാണാനായി. ഒരാൾ രോഗമുക്തിക്കായി, ഒരാൾ സന്താനത്തിനായി, ഒരാൾ മാനസിക സമാധാനത്തിനായി, വേറൊരാൾ മക്കളുടെ വിവാഹത്തിനായി. ഗുരുവായൂരപ്പന്റെ വിഗ്രഹം സാധാരണ ഒന്നല്ലെന്നാണ് വിശ്വാസം. ഐതിഹ്യം പറയുന്നത് ഈ വിഗ്രഹം ശ്രീകൃഷ്ണൻ ദ്വാരകയിൽ ആരാധിച്ച വിഗ്രഹമാണെന്നാണ്. ദ്വാരക നഗരം കടലിൽ മുങ്ങുന്നതിന് മുമ്പ് ബൃഹസ്പതി വായുദേവൻ ചേർന്ന് ഈ ദിവ്യ വിഗ്രഹം രക്ഷിച്ചു. അവർ അനുയോജ്യമായ സ്ഥലം അന്വേഷിച്ച് കേരളത്തിലെ ഒരു സ്ഥലത്തെത്തി. അവിടെ ശിവനും പാർവതിയും ഈ സ്ഥലം അനുയോജ്യമാണെന്ന് അനുഗ്രഹം നൽകി. അങ്ങനെ ഗുരുവും വായുവും ചേർന്ന് പ്രതിഷ്ഠിച്ചതിനാലാണ് ഈ സ്ഥലം ഗുരുവായൂർ എന്ന് പേരായത് എന്നാണ് വിശ്വാസം. ഇവ ശാസ്ത്രീയമായി തെളിയിച്ച കാര്യങ്ങളല്ല, പക്ഷേ ഭക്തർ പങ്കുവെക്കുന്ന വിശ്വാസ അനുഭവങ്ങളാണ്. ഗുരുവായൂരപ്പനെ ഭക്തവത്സൻ എന്ന് വിളിക്കുന്നു. അർത്ഥം ഭക്തരെ വളരെ സ്നേഹത്തോടെ സ്നേഹിക്കുന്ന ദൈവം. അതുകൊണ്ടാണ് ഭക്തവത്സൻ എന്ന പേര് വന്നിരിക്കുന്നത് നമ്മുടെ ഉണ്ണിക്കണ്ണന്. ജീവിതത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സമയത്ത് ഇവിടെ വന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ആശ്വാസം കിട്ടിയ അനുഭവങ്ങൾ പലരും പങ്കുവെക്കാറുണ്ട്. സന്താനമില്ലാതെ വിഷമിച്ച ദമ്പതികൾ ഇവിടെ പ്രാർത്ഥിച്ചതിന് ശേഷം സന്തോഷ വാർത്ത ലഭിച്ചതായി അനുഭവങ്ങൾ പങ്കിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിരവധി കുടുംബങ്ങൾ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ഇവിടെ ചോറൂണ് നടത്തുന്നു. അതുമാത്രമല്ല, ഇവിടെ ദർശനം കഴിഞ്ഞാൽ മനസ്സിനൊരു ശാന്തത ലഭിക്കുന്നു എന്നാണ് പലരും പറയുന്നത്. ഇത് വിശ്വാസത്തിന്റെയോ ശക്തിയുടെയോ ദൈവാനുഭവമോ, അതിനെ ഓരോരുത്തരും തങ്ങളുടെ മനസ്സിൽ അനുഭവിക്കുന്നു. സത്യമാണ്, ആ ഗുരുവായൂരപ്പന്റെ ആ മണ്ണിൽ കാല് ചവിട്ടിയ നമുക്ക് ഒരു പ്രത്യേക ഒരു തണുപ്പോ എന്താന്ന് അറിഞ്ഞൂടെ, ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി തന്നെ ഉണ്ടാവും. അവിടെ പോയവർക്ക് അത് അനുഭവിച്ചറിയാൻ പറ്റുന്ന ഒരു സത്യം തന്നെയാണ്. ഗുരുവായൂർ ക്ഷേത്രം പറഞ്ഞാൽ ആനകളെ പറയാതെ കഴിയില്ല. നമ്മുടെ ഗുരുവായൂർ കേശവനാണല്ലോ നമ്മുടെ ആനകളുടെ എല്ലാം രാജാവ്. പുന്നത്തൂർ കോട്ട എന്ന സ്ഥലത്ത് ഗുരുവായൂരപ്പന്റെ ആനകൾ താമസിക്കുന്നു. ഭക്തർ സമർപ്പിച്ച ആനകൾ ഇവിടെ പരിപാലിക്കുന്നു. ആനകൾക്കും ഗുരുവായൂരപ്പനോടുമുള്ള ഭക്തി ഉണ്ടെന്ന വിശ്വാസ കഥകൾ ആളുകൾ പറയാറുണ്ട്. ശരിയാണ്, ആനകൾക്കും ഗുരുവായൂരപ്പനോടുള്ള ഭക്തിയുണ്ട്. അതിന് ഉത്തമ ഉദാഹരണം തന്നെയായിരുന്നു നമ്മുടെ ഗുരുവായൂർ കേശവൻ. പ്രഭാതത്തിൽ നിർമ്മാല്യ ദർശനം, സന്ധ്യയിൽ ദീപാരാധന, മന്ത്രങ്ങൾ മുഴങ്ങുന്ന അന്തരീക്ഷം, ഇവയെല്ലാം ചേർന്നപ്പോൾ ഭക്തർ പറയുന്നു ഇവിടെ ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നു. ഇതന്നെയാണ് ശരിക്കും ഭൂലോക വൈകുണ്ഠം. ഗുരുവായൂരപ്പ എന്ന് വിളിച്ചാൽ കേൾക്കും എന്ന് വിശ്വാസം. അത് വിശ്വാസത്തിന്റെ ലോകമാണ്. പക്ഷെ ആ വിശ്വാസം ആയിരങ്ങൾക്ക് കരുത്തായി മാറിയിട്ടുണ്ട്. സത്യം. കൃഷ്ണ, ഗുരുവായൂരപ്പ എന്ന് ഹൃദയത്തിൽ നിന്ന് വിളിക്കുന്നവർക്ക് സമാധാനം ലഭിക്കട്ടെ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇതുപോലുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.